നമസ്കാരം. അപ്പോൾ അടിമാലിക്കാരന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും അടിപൊളി സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മുടെ ഈ പുറകെ കാണുന്ന ബസ് ഏതാണെന്ന് നിങ്ങളിങ്ങനെ അതിശയപ്പെട്ട് നോക്കി നിൽക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഇതിന്റെ ചേസ് ഏതാണെന്ന് അറിയോ? നമ്മുടെ SML, നമ്മുടെ ശിശിരേന്ന് ബോഡി കെട്ടി ഇറങ്ങിയ ഒരു വണ്ടി കേട്ടോ. അപ്പൊ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിയുമ്പോഴേക്കും ഇഷ്ടംപോലെ SMLന്റെ വണ്ടിയും കാര്യങ്ങളെല്ലാം കാണാം. പക്ഷെ നമ്മുടെ നാട്ടിൽ അധികം വണ്ടികളില്ല. സ്കൂൾ ബസ്സാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പിന്നെ ഇതുപോലെ കോൺട്രാക്ട് ഗ്യാരേജ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ആയിട്ടാണെങ്കിലും നമ്മുടെ നാട്ടിലില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ നാടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ബോഡി ബിൽഡ് ചെയ്തെടുക്കണം. ചിലവർക്ക് ഓജസ് വേണം, ചിലവർക്ക് ശിശിര വേണം, ചിലവർക്ക് പ്രകാശ് വേണം, അങ്ങനെയൊക്കെയാണല്ലോ വേണ്ടേ. അതേ രീതിക്ക് നമ്മുടെ SML പുതിയ ചേസ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചേസിന്റെ വീൽ ബേസ് വന്നേക്കുന്നത് 43-20 mm ആണ്. അപ്പോൾ ഹിരോയി ആട്ടോ വണ്ടിയുടെ പേര്, ഡീറ്റെയിൽസ് എല്ലാം. അപ്പോൾ നമുക്കിന്ന് വണ്ടി വിട്ടു തന്നേക്കണേ നമ്മുടെ മിലോ ട്രാവൽസ് ആണ്. അവരുടെ നമ്പറും ഡീറ്റെയിൽസും താഴെ കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ചേസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണോ അല്ലെങ്കിൽ എൻക്വയറി നടത്തണോ, അതിന് ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയണോ, SMLന്റെ ഡീലർ നിർമ്മല ഓട്ടോമൊബൈൽസ് ആണ്. അപ്പോൾ അവരുടെ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയുടെ അടിയിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അത്യാവശ്യം നിങ്ങൾക്ക് വണ്ടിനെ കുറിച്ചുള്ള എൻക്വയറീസ്, സർവീസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കാം. അവരെ കുറിച്ച് വളരെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താം കേട്ടോ. അപ്പൊ ഇനി നമ്മുടെ നിർമ്മല ഓട്ടോമൊബൈൽസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് 27 വർഷത്തെ സർവീസാണ് ഉള്ളത്. 1997 ഇവർ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതുപോലെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഹൈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. നല്ലൊരു സപ്പോർട്ടാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് ഇവർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഉണ്ടായിരിക്കുന്നതാണ്, നമ്പറും ഡീറ്റെയിൽസും. അതുപോലെ തന്നെ ഇവരുടെ ഷോറൂമുകൾ എവിടെയാണ് ഉള്ളത് എന്നുള്ളതൊക്കെ നമ്മുടെ വീഡിയോയുടെ അടിയിൽ ചേർക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇനിയേ ഞാൻ കൂടുതൽ ഡയലോഗ് കാര്യങ്ങളൊന്നും അടിച്ചുകൊണ്ട് നിൽക്കണില്ല. നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് കാണാം അല്ലേ. അപ്പൊ നേരെ നമുക്കിനി വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ തൊട്ട് അങ്ങ് കണ്ടു തുടങ്ങിയേക്കാം അല്ലേ. അപ്പൊ ദേ നോക്കിയേ, നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ അടിപൊളിയായിട്ടില്ലേ നോക്കി. അപ്പോൾ ഈ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു കേട്ടോ. ആ ഷേപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. എനിക്ക് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഏറ്റവും ടോപ്പിൽ നിന്ന് നോക്കുവാണെങ്കിൽ ടോപ്പ് ലൈറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നമ്മുടെ രണ്ട് സൈഡിലും കൊമ്പുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ താഴേക്ക് വരുവാണെങ്കിൽ SMLന്റെ വലിയൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഈ ഒരു പോർഷൻ മുകളിലേക്ക് പൊക്കാന്ന് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് കൊടുത്തേക്കണെങ്കിൽ അപ്പോൾ ഈ സെൻട്രലായിട്ട് SMLന്റെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടിയിൽ നമ്മുടെ ശിശിരയുടെ അവരൊരു എംബ്ലവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ആ ഗ്രില്ല്, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് കൊടുത്തേക്കണേക്ക്. ആ ഹെഡ്ലൈറ്റിൻ്റെ ഒക്കെ എന്നാ രസം നോക്കി. അതുപോലെ അതിൻ്റെ തൊട്ടടിയിലേക്ക് കൊടുത്തേക്കണേ അടിയിലൊരു ഫോഗ് ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അപ്പോൾ മെയിൻ ക്ലാസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല വലുപ്പത്തിൽ തന്നെയുള്ള മെയിൻ ക്ലാസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ അകത്ത് വന്നേക്കണേ. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് 2 വൈപ്പറും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ പോർഷൻ, അപ്പോൾ ഹെഡ്ലൈറ്റൊക്കെ കൊടുത്തേക്കണമെങ്കിൽ ഇങ്ങനെ ചെരിച്ച്, അതായത് നല്ലൊരു ഷേപ്പിൽ തന്നെ വണ്ടിക്ക് ചേരുന്ന ഒരു അടിപൊളി ഷേപ്പിൽ തന്നെയല്ലേ നോക്കി. അപ്പോൾ ഫ്രണ്ടിലൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തന്നെ പെട്ടെന്ന് ഇഷ്ടമാകും. അതുപോലത്തെ ഒരു വ്യൂ അല്ലേ. പിന്നെ സൈഡിലായിട്ട് ഇവിടെ ഒരു മിററും കൂടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇപ്പുറം സൈഡിലേക്ക് നോക്കാം. അപ്പോൾ ഈ സൈഡിലേക്ക് നോക്കുമ്പോഴേക്കും ഈ സൈഡിലൊരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ എല്ലാ ടൂറിസ്റ്റ് ബസ്സും വെള്ള കളറാണല്ലോ, അതേ ബോഡി കോഡിൽ തന്നെയാണ് നമ്മുടെ ഈ വണ്ടിയുടെയും കളറും കാര്യങ്ങളെല്ലാം കൊടുത്തേക്കണത്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലാണ് നമുക്ക് ഡോറ് വന്നേക്കണത്. അപ്പോൾ ഡോറ് നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം. വണ്ടിക്ക് അകത്തേക്ക് നമ്മളിപ്പോൾ കയറുന്നില്ല കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ഇങ്ങനെ കാണാം. അപ്പോൾ നമുക്കിനി ഈ സൈഡിൽ നിന്ന് ഉള്ളൊരു വ്യൂ കാണാം. അപ്പം ഇവിടെ ആയിട്ടാട്ടോ ആഡ് ബ്ലൂവിൻ്റെ ടാങ്ക് വരുന്നത്. ഏകദേശം 16 ലിറ്ററാണ് ആഡ് ബ്ലൂവിൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി. തൊട്ടിപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്യൂവൽ ടാങ്ക് വരുന്നു. അപ്പോൾ ഫ്യൂവൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി 180 ലിറ്റർ ആട്ടോ, 180 ലിറ്ററാണ്. ഇനി നമുക്ക് ഇവിടെ ടയറുകളിലേക്ക് നോക്കാം. അപ്പോൾ ടയർ വന്നേക്കണേ നമുക്ക് 235/75 R17.5 ടയറാട്ടോ വന്നേക്കണേ. അപ്പോൾ അതിൻ്റെ അകത്തൊരു ശിശിരയുടെ ഒരു വീൽ കപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ വീൽ കപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ. പിന്നെ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് എൻജിൻ്റെ ഒരു ബാക്കിലെ ഒരു പോർഷൻ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. കണ്ടോ? പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ടും ഈ ഒരു സൈഡിലും SMLന്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന ഗ്ലാസ്സുകളാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ആയിട്ട് ഒരു എമർജൻസി എക്സിറ്റ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിനി അവിടെ നിന്ന് നേരെ ഇങ്ങനെ ഈ ഒരു പുറകിലേക്ക് വന്നതിൽ ഇവിടെയും നമുക്കൊരു എമർജൻസി എക്സിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പുറത്തുനിന്നൊക്കെ ഒന്ന് ചവിട്ടി കയറാനായിട്ടുള്ള സ്റ്റെപ്പും കാര്യങ്ങളുമാണ് ഇവിടെ നിന്ന് കൊടുത്തേക്കുന്നത്. പിന്നെ അവിടെ നിന്ന് നേരെ പുറകിലേക്ക് നോക്കാം അല്ലേ. അപ്പോൾ പുറകിലേക്ക് നോക്കി. അപ്പോൾ ഇത് ഇവിടെയായിട്ട് നമുക്ക് വണ്ടിയിൽ നിന്ന് വിട്ട് തന്ന മിലോ അവരുടെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ എന്നുവെച്ചാൽ ബാക്കി കൊടുത്തേക്കണ ലൈറ്റുകൾ
നല്ല രസമില്ലേ നോക്കി, ഏറ്റവും ടോപ്പിലായിട്ട്. ബാക്കിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിലോ ഒരു ക്യാരവാൻ്റെ അതേ സെറ്റപ്പ് അല്ലേ, ക്യാരവാനൊക്കെ ചെയ്തേക്കണ അതേ രീതിക്കാണ് വന്നേക്കണത്. ബാക്കിലൊരു വ്യൂ, പിന്നെ ഇവിടെ ചെറിയൊരു ഗ്ലാസ്, അത്യാവശ്യം ഒരു കർട്ടനും കാര്യങ്ങളൊക്കെ ഇട്ട് മറച്ചിട്ടുണ്ട്, ഒരു ഗ്ലാസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ദൂരെ നിന്ന് തന്നെ പെട്ടെന്ന് അറിയാൻ പറ്റും SMLൻ്റെ ഒരു ബഡ്ജിങ് കാര്യങ്ങളെല്ലാം അവിടെ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ ക്യാമറ കാര്യങ്ങൾ, പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ശിശിരയുടെ എംബ്ലവും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അപ്പോൾ നമുക്കിനി നമ്മുടെ ബാക്കിലെ ഡിക്കി സ്പേസ് എന്ന് ഉണ്ടല്ലോ, നേരെ ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ അതെ ഇഷ്ടം പോലെ ഏരിയ ഉണ്ട് കേട്ടോ. ലഗേജൊക്കെ ഇഷ്ടം പോലെ വെക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. സൈഡിലായിട്ടൊരു മുകളിലായിട്ട് ഇവിടെ ഒരു കോണി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വണ്ടി നമുക്ക് വാഷ് ചെയ്യാൻ നേരത്തൊക്കെ ചില്ല് കാര്യങ്ങളൊക്കെ ചാരി വെച്ചിട്ട് കയറാനായിട്ട്. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഈ ഒരു സൈഡിലേക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് നോക്കിയാൽ നമ്മുടെ അപ്പർ സൈഡിൽ പറഞ്ഞ പോലെ തന്നെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവിടെ വലിയൊരു എമർജൻസി എക്സിറ്റിൻ്റെ വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ലഗേജ് ബോക്സാണ് ഈ വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ SML ഹീറോയുടെ എൻജിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയേക്കാം അല്ലേ. അപ്പോൾ എൻജിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ എൻജിൻ 4 സിലിണ്ടറാണ്, 3455 cc എൻജിനാണ് കേട്ടോ വരുന്നത്. ഹൈ ടോർക്കാണ് വണ്ടിക്ക് വരുന്നത്. ടോർക്ക് നോക്കുകയാണെങ്കിൽ 1400 to 1600 RPM 400 Nm ടോർക്കാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവന്റെ വീൽ ബേസ് 4320 mm ആണ് വരുന്നത്. അപ്പൊ കർണാടക സിംഗിൾ ടാക്സ് ഉള്ളേ, അത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ക്ലച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 310 mm ഡയലുള്ള ഡ്രൈ സിംഗിൾ പ്ലേറ്റ് ക്ലച്ചാണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഫ്യൂവൽ ടാങ്ക് നോക്കുകയാണെങ്കിൽ 180 ലിറ്റർ ആണ്. നമ്മൾ ഇതിന്റെ ഗിയർ ബോക്സിനെ കുറിച്ച് പറഞ്ഞില്ല. ഗിയർ ബോക്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 6+1 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, 6+ റിവേഴ്സ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ പാരാബോളിക് ആണ്. ഇനി നമുക്ക് ഇതിന്റെ ടയറുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ടയർ വന്നേക്കുന്നത് ട്യൂബ്ലെസ് ടയറാണ് വരുന്നത്. റേഡിയൽ ടയറാണ്, 235/75, അതായത് 17.5 ടയറുമാണ് വരുന്നത്. ഇനി നമ്മുടെ വണ്ടിയുടെ വാറണ്ടി നോക്കുകയാണെങ്കിൽ എഞ്ചിന്, ഗിയർ ബോക്സ് ഇതൊക്കെ 5 വർഷമാണ് വാറണ്ടി വരുന്നത് കേട്ടോ. നമുക്കിനി വണ്ടിയുടെ അകത്തേക്ക് നോക്കാവേ. അടിപൊളി അല്ലേ, എന്നുവെച്ചാൽ സീറ്റ് ഡിസൈൻ ചെയ്തേക്കണോ, നല്ല രസമില്ലേ നോക്കി. ആ ഒരു ഡിസൈൻ നമ്മുടെ ലേസറൊക്കെ അടിക്കണ പോലത്തെ ഒരു ഡിസൈനും പ്ലസ് ടോപ്പിലേക്ക് ഒരു വൈറ്റ് കളറുമാണ് വന്നേക്കുന്നത്. അപ്പോൾ സീറ്റ് എണ്ണം നോക്കുകയാണെങ്കിൽ 34+1 ഡ്രൈവർ എന്നുള്ള രീതിക്കാട്ടോ. അപ്പോൾ മുകളിലേക്കുള്ള ഇൻറ്റീരിയറിലെ കാര്യങ്ങളൊക്കെ നോക്കി. ഇൻറ്റീരിയറിലേക്ക് ആണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ലേസർ അടിക്കണ പോലത്തെ ഒരു ഡിസൈൻ കാര്യങ്ങളെല്ലാം വന്നേക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൗണ്ട് സിസ്റ്റം കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കസ്റ്റമറിൻ്റെ നീഡ് അനുസരിച്ചിട്ട് വണ്ടിക്കകത്ത് ലൈറ്റും സൗണ്ടും കാര്യങ്ങളെല്ലാം അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ലൈറ്റും സൗണ്ടൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കേട്ടാലോ. അപ്പോൾ ദേ വണ്ടിയുടെ അകത്ത് ഒരു ഇൻറ്റീരിയറിൽ നോക്കി, അടിപൊളിയല്ലേ നോക്കി. അത്യാവശ്യം പാകത്തിന് ലൈറ്റും സൗണ്ടും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയണില്ല, അറിയാലോ. അപ്പോൾ സീറ്റ് എല്ലാം കൊടുത്തേക്കണേ. അപ്പോൾ ഒരു വൈറ്റ് കോംബോയും അതുപോലെ തന്നെ ഒരു നീലയും വൈറ്റും കോംബോ ആയതുകൊണ്ട് തന്നെ നല്ല രസമില്ലേ നോക്കി. പിന്നെ ഇവരുടെ ഒരു പേര് കാര്യങ്ങളെല്ലാം എൻ്റെ പുറകിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കൊള്ളാം അല്ലേ, നന്നായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു വ്യൂ, ഈ ഒരു സൈഡിലായിട്ട് എമർജൻസി എക്സിറ്റ്. നമുക്കിനി ഇവിടെ ഇരുന്നിട്ട് മുന്നോട്ടുള്ള വ്യൂ നോക്കി, അടിപൊളി അല്ലേ. അപ്പോൾ നമുക്ക് വണ്ടി AC ആയിട്ട് ഉപയോഗിക്കാം, നോൺ AC ആയിട്ട് ഉപയോഗിക്കാം. അത്യാവശ്യം ഇപ്പോൾ വണ്ടി നോൺ AC ആയിട്ട് ഉപയോഗിക്കുമ്പോൾ പുറത്തുനിന്ന് കാറ്റൊക്കെ കയറണമെങ്കിൽ നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന ചില്ലുകളാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും ഫ്രണ്ടിലായിട്ട് TVയുടെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പിന്നെ ഇതൊരു TVയുടെ സ്പേസ് ആണ്. TV പിടിപ്പിച്ചിട്ടില്ല, TV അടുത്ത ദിവസം പിടിപ്പിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് നോൺ AC ആയിട്ട് ഉപയോഗിക്കുമ്പം അത്യാവശ്യം പുറത്തുനിന്ന് കാറ്റ് കയറണമെങ്കിൽ ഇതങ്ങോട്ട് പൊക്കി വെച്ചാൽ മതി. ഇവിടെയും പൊക്കി വെക്കാം കേട്ടോ. കണ്ടോ, ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെരിച്ച് വെക്കണമെങ്കിൽ ചെരിച്ച് വെക്കാം. ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇവിടെ വെക്കാം.
ആ, അപ്പൊ നമുക്കിനി നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിങ്. അപ്പോൾ SMLന്റെ എംബ്ലോക്കുകൾ സെന്ററിലുള്ള ഒരു ചെറിയ അടിപൊളിയായിട്ടുള്ള സ്റ്റിയറിങ്. ഇതാണല്ലോ നമ്മുടെ മെയിൻ സാധനം, സ്റ്റിയറിങ്ങിന്റെ ഡിസൈൻ കണ്ടോ. അപ്പോൾ 2 സ്പോക്കുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് നോക്കാം. ജസ്റ്റ് താക്കോലൊന്ന് ഇങ്ങനെ ഓൺ ആക്കാവേ. അപ്പോൾ SMLന്റെ ഒരു അപ്പോൾ നമുക്കിനി നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് താക്കോൽ ഓൺ ആക്കാം. അപ്പോൾ തന്നെ SMLനോട് എഴുതി കാണിച്ചിട്ടുണ്ട്. ഒരു വെൽക്കം ഒക്കെ വന്നിട്ടുണ്ട്. എല്ലായിടത്തേക്കും ലൈറ്റും കാര്യങ്ങളൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സേഫ്റ്റി ക്യാമറ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയാണ് റെക്കോർഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വണ്ടിക്ക് 2 മോഡാണ് വന്നേക്കുന്നത്, പവറും എക്കോയും. അപ്പോൾ അതിൻ്റെ സ്വിച്ചാണ് ഈ വന്നേക്കുന്നത്. പിന്നെ ഇപ്പുറത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ RPM മീറ്റർ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഡോമീറ്റർ ഈ വന്നേക്കുന്നതാണ്. പിന്നെ നമുക്ക് ഈ കൊടുത്തേക്കുന്ന ടെമ്പറേച്ചർ, ഫ്യൂവല്, പിന്നെ ഇവിടെ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തേക്ക് അറിയാൻ പറ്റും, എയറും കാര്യങ്ങളെല്ലാം. പിന്നെ ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ വണ്ടിക്ക് 2 മോഡുകളുണ്ട്, പവർ മോഡും ഈക്കോ മോഡും ഉണ്ട്. അതിൻ്റെ സ്വിച്ചാണ് വന്നേക്കുന്നത്. പിന്നെ HSA വണ്ടിക്ക് അത് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെയാണ് ഈ സ്വിച്ച്. ഫോഗ് ലൈറ്റ്, പിന്നെ ഇവിടെ എക്സ്ട്രാ ഓണിൻ്റെയും അതൊക്കെ ആയിട്ട് വന്നേക്കുന്നത്. ACD ആണ് ഈ വന്നേക്കുന്നത്. ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ റിവേഴ്സ് ക്യാമറ വന്നിട്ടുണ്ട്, അതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളും ഇതാണ്. റിവേഴ്സ് ക്യാമറയുടെ സ്വിച്ചൊക്കെ ആയിട്ട് ഈ സൈഡിൽ കൊടുത്തേക്കണേ. പിന്നെ നമുക്ക് ഈ ഒരു സൈഡ് ഡോറ് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും കണ്ടോ ഈ ഒരു സ്വിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കൊടുത്തേക്കണ ഈ ഒരു സ്വിച്ച് ഫ്രണ്ടിലെ ആ ഒരു പോർഷൻ പൊക്കാൻ താത്താനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗിയർ ലിവർ, ഒരു കുട്ടി ഗിയർ ലിവറായിട്ട് വന്നേക്കണേ. ഇതാണ് ഗിയർ ലിവർ വന്നേക്കണത് കണ്ടോ. 6+1, അതായത് 6+ റിവേഴ്സാണ് വന്നേക്കണത്. അപ്പോൾ ഗിയർ വന്നേക്കണ നോക്കിയേ, 6+ റിവേഴ്സ്. ഒരു ചെറിയൊരു കുട്ടി ലിവർ അല്ലേ, അടിപൊളിയായിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ഇടാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഗിയറൊക്കെ ആണെങ്കിലും ഭയങ്കര സ്മൂത്താണേ കണ്ടോ. നമ്മൾ വണ്ടി ഒന്ന് തിരിച്ചു നോക്കി കഴിഞ്ഞപ്പോഴേക്കും നല്ല ഒടുവും കാര്യങ്ങളായിട്ട് വണ്ടി തിരിക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ്. ഗിയറൊക്കെ ആണല്ലോ സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ SMLന്റെ ചേസും അതുപോലെ ശിശിരയുടെ ബോഡിയൊക്കെ വേറെ ലെവലായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഇതുപോലുള്ള കല്ലൊക്കെ പൊളിഞ്ഞ് കിടക്കുന്ന സ്ഥലത്തേക്കൊക്കെ നമ്മൾ വണ്ടി കുറച്ച് കൊണ്ടേക്ക് നോക്കി. അടിപൊളി യാത്രാസുഖവും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ വഴിപണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്കാണ് നമ്മൾ വണ്ടി ഇപ്പോൾ ഓടിച്ചൊക്കെ നോക്കിയത്. എന്തായാലും സംഭവം കൊള്ളാട്ടോ. എനിക്ക് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് വളരെ സിമ്പിളായിട്ട് വണ്ടി കൊണ്ടുനടക്കാം. ഡ്രൈവർ ക്യാബിനിലേക്കാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ആണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പൊ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് വണ്ടി ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മള് എന്താ പറയാ, ഒരു ഫാക്ടറി ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ബസ്സുകളില്ലേ, നമ്മുടെ ഭാരത് ബെൻസിന്റെ ഗ്ലൈഡർ ഒക്കെ ഇല്ലേ, അതൊക്കെ ഓടിക്കണ പോലത്തെ ഒരു ഫീൽ കേട്ടോ. വണ്ടി നല്ല പവറുണ്ട്, ചുമ്മാ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ ഒടിവൊക്കെ അടിപൊളിയാണ്. എന്തായാലും എനിക്ക് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനി നമ്മുടെ ഒപ്പം നമ്മുടെ SMLന്റെ ഡീലർഷിപ്പിലുള്ള ആൾക്കാർ കുറച്ച് പേര് നമ്മുടെ ഒപ്പം ഉണ്ട്. നമുക്ക് അവരോട് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് ചോദിക്കണം, അതുപോലെ സർവീസിനെ കുറിച്ച് ചോദിക്കണം, അതുപോലെ തന്നെ ഇവരുടെ ഡീലർഷിപ്പിനെ കുറിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. സാർ പേരെന്ന് പറയാവോ? കിഷോർ. പേര്? സുധീഷ്. പേര് അമ്പൽ. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ചേസിനെ കുറിച്ച് ഒന്ന് പറയാവോ? SMLന്റെ ഫ്രണ്ട് ഓവർ റാങ്ക് ചേസ് ഹീറോയിൽ 4320 വീൽ ബേസിൽ ഇറക്കിയിട്ടുള്ളതാണ് ഈ വണ്ടിയുടെ ചേസ്. ഞങ്ങൾക്ക് ഇതിൽ തന്നെ അടുത്ത 2 വീൽ ബേസിലുണ്ട്. ഹീറോയുടെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ BS6ലാണ് ഹീറോയ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല നമ്പേഴ്സ് ഫാക്ടറി ബിൽറ്റ് സ്കൂൾ ബസ്സുകളും കോൺട്രാക്ട് കാരിയേജുകളും കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇപ്പം ചേസ് ഇറക്കിയിട്ട്, ഇത് ഫസ്റ്റ് ചേസാണ് 4320 വീൽ ബേസിലുള്ളത്. അപ്പം ഇത് മിറോ ട്രാവൽസിന് തന്നെ ഇപ്പോൾ ഇത് 2ാമത്തെ വാഹനമാണ്. ഹാപ്പി കസ്റ്റമർ ആണ്, അതുകൊണ്ടാണ് 2ാമത്തെ ബുക്ക് ചെയ്തേക്കുന്നത്. അതെ തീർച്ചയായിട്ടും അതിൻ്റെ പെർഫോമൻസിലും പിന്നെ ഒരു വെഹിക്കിൾ ഓണറിന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഹിക്കിൾ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ടോട്ടൽ എല്ലാ രീതിയിലുള്ള പെർഫോമൻസ് കിട്ടണം അവർക്ക്. റവന്യൂ ആണെങ്കിലും അത് ജനറേറ്റ് ചെയ്യണം നല്ല രീതിയിൽ. അപ്പോൾ അതിലെല്ലാം ഹാപ്പി ആയതുകൊണ്ടാണ് അവർ 2ാമതും ഞങ്ങളുടെ വണ്ടി എടുത്തിട്ടുള്ളത്. ഇനിയും ഇപ്പോൾ വേറെയും 2 വണ്ടി
അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. ഇതുപോലെ തന്നെ കൺസ്ട്രക്ഷനിലാണ്. അപ്പൊ ഈ ഒരു ചേസിൽ ഭയങ്കര പ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷയാണ് ഈ ചേസിനകത്ത്. അപ്പൊ നമ്മുടെ ഈ ഒരു ചേസില് കമ്പനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള ചേസാണ് അല്ലേ? തീർച്ചയായിട്ടും കമ്പനിക്ക് SMLനെ സംബന്ധിച്ചിടത്തോളം, SMLന്റെ ഡീലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതീക്ഷയുള്ളതാണ്. ഞങ്ങൾക്ക് അത്രയും ഫീഡ്ബാക്ക് ആണ് കസ്റ്റമേഴ്സിന്റെ കിട്ടുന്നത്. വണ്ടർ കാരേജിൽ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷെ അത് നല്ല രീതിയിൽ നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതനുസരിച്ചുള്ള ഫീഡ്ബാക്ക് ആണ് എല്ലാ കസ്റ്റമേഴ്സിൻ്റെതും ഞങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ചേസ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണം. അപ്പൊ നിങ്ങൾ എവിടെ വന്നിട്ട് ബന്ധപ്പെടണം, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് സർവീസ് സപ്പോർട്ടൊക്കെ ഉണ്ടാവുക? ഞങ്ങൾ നിർമ്മല ഓട്ടോമൊബൈൽസിന് 3 ഡിസ്ട്രിക്റ്റാണ് ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പി. ആലപ്പിയിൽ ചേർത്തലയിൽ ഞങ്ങൾക്ക് സർവീസ് സെന്ററും ഞങ്ങൾക്ക് അവിടെ 3S ഫെസിലിറ്റി ഉണ്ട്. പിന്നെ കൊല്ലത്ത് മുണ്ടയ്ക്കലാണ് കൊല്ലത്തുള്ള ഞങ്ങളുടെ ഓഫീസും സർവീസ് സെന്ററും. പിന്നെ ട്രിവാൻഡ്രത്ത് ഞങ്ങൾക്ക് 2 മണ്ണന്തലയാണ് ഞങ്ങളുടെ ഹെഡ് ഓഫീസ് വരുന്നത്. പിന്നെ നെയ്യാറ്റിൻകരയിൽ ഞങ്ങൾക്കൊരു വർക്ക്ഷോപ്പുണ്ട്. അപ്പം ഞങ്ങളുടെ ഏരിയയിൽ ഇപ്പം മാത്രമല്ല മറ്റ് ഡിസ്ട്രിക്റ്റുകളിലും എല്ലായിടത്തും ഡീലർ പോയിന്റുകൾ ഉണ്ട്. ഇപ്പോൾ സർവീസ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അത്രത്തോളം കസ്റ്റമറിന് സപ്പോർട്ട് കൊടുക്കാനായിട്ട് SML ആയിരുന്നാലും മറ്റ് ഡീലേഴ്സ് ആണെങ്കിലും നല്ല രീതിയിൽ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ കൊണ്ടുപോകാനായിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ. ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു? അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരോ ആരെങ്കിലൊക്കെ ഇതുപോലെ SMLന്റെ വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളെല്ലാം നമ്മുടെ വീഡിയോയുടെ ഇതിൽ കമന്റ് ആയിട്ട് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.